ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. PV അൻവറിനെ അടർത്തിയെടുക്കാൻ 2021 തന്നെ ഗൂഢാലോചന നടന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഗൂഢാലോചന ഇപ്പോൾ വ്യക്തമായി. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഞങ്ങൾക്ക് വിഷയമേ അല്ലെന്നും നിലമ്പൂരിൽ LDF വിജയിക്കുമെന്നും TP രാമകൃഷ്ണൻ. LDFന് വിജയ ചരിത്രമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 2016 2021 നിലമ്പൂരിൽ LDFന് വോട്ട് കുറഞ്ഞുവെന്നും ഇത്തവണ മികച്ച വിജയം നേടുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CITU ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടിന്റെ കുറവുണ്ടായി. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർധനമാണ് വരുന്നത്. ഇവിടെ അല്പം വോട്ട് കുറവിക്കാനുള്ള കാരണം പിന്നീട് വ്യക്തമായല്ലോ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി തുടർന്നിരുന്നയാളെ ഈ മുന്നണിയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്നതിനും മുന്നണിക്കെതിരായി മാറ്റുന്നതിനു വേണ്ടിയുള്ള വൻ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയാണ് ഇപ്പോൾ എല്ലാ മേഖലകളും ലംഘിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് അനുഭവം. അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയത്തിന്റെ ചരിത്രമുള്ള ജനങ്ങളുടെ നിശ്ചയദാർഢ്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നു. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന് ആവർത്തിച്ച് അംഗീകാരമുണ്ടാക്കുന്നതിന് ഉയർന്ന രാഷ്ട്രീയ ബോധത്തോടുകൂടി നിലപാടെടുക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കണം. കേരളത്തിൽ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് കേരളത്തിൽ ഭരണ തുടർച്ച ലഭിക്കുന്നത്. 2 ഘട്ടം പൂർത്തിയാക്കാൻ നിൽക്കുന്നു. 3-ാം ഘട്ടത്തിലേക്കും ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരായി അസത്യ പ്രചാരവേല നടത്തി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഈ നാടിന്റെ പേരിൽ നടക്കുകയാണ്. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടാൻ സർക്കാർ ശ്രമിക്കുകയാണ്. കേന്ദ്രം കൂടുതൽ തുക നൽകുന്നതിന് മുൻപ് സംസ്ഥാനം വരുമാനം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ പ്രതിനിധികളും സമരക്കാരും തമ്മിൽ 5 ഘട്ട ചർച്ചകൾ നടന്നു. എന്നാൽ ചർച്ചകളിൽ തീരുമാനമായില്ല. വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും. ചില സമരക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോപണം. അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ നൽകാൻ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി VP സഖറിയ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, ജോർജ് K ആന്റണി, V ശശികുമാർ, PK സൈനബ, P രാധാകൃഷ്ണൻ, M വിശ്വനാഥൻ, P സഹീർ, D വെങ്കടേശ്വരൻ, E പത്മാക്ഷൻ, P ശിവാത്മജൻ, MR ജയചന്ദ്രൻ, K മോഹനൻ, ജമീല, ഷാബിനാബി, മാത്യു കാരാംവേലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഏവർക്കും സ്വാഗതം. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം.